فأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. അഭിവന്ദരായ സാദാത്തുക്കൾ, ആദരണീയരായ വാക്കോട് ഉസ്താദ്, മറ്റു പണ്ഡിതന്മാർ, ഈ മുബാറക്കായ സദസ്സിൽ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അർഹമുർറഹീമീനായ റബ്ബ് പരിശുദ്ധ റജബ് മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തക്ക് വേണ്ടി നമ്മൾ ഈ സംഗമിച്ചതിൻ്റെ ബറക്കത്ത് കൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅക്ക് വേണ്ടി സംസാരിക്കാനും കേൾക്കാനും സംഗമിച്ചതിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ രണ്ട് ലോകത്തും രക്ഷപ്പെടുത്തി തരട്ടെ. റഹ്മുർ-റഹീമീന റബ്ബ് നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. നമ്മുടെ ചലന നിശ്ചലനങ്ങൾ റബ്ബിൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. മഹാന്മാരായ അഇമ്മത്തിൻ്റെയും കലിമാത്തു താമ്മാത്തിൻ്റെയും റിജാലുൽ ഗൈബിൻ്റെയും മഹാരഥന്മാരായ സമസ്തയുടെ മുഅസ്സിസീങ്ങളുടെയും ബഹുമാനപ്പെട്ട സമസ്തക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്ത് മൺമറഞ്ഞു പോയ ലക്ഷക്കണക്കിന് സ്വാലിഹ്യങ്ങളുടെയും ആത്മീയമായ സഹായവും മദതും സാധുക്കളായ നമുക്കും കുടുംബത്തിനും എല്ലാവർക്കും അള്ളാഹു വർഷിപ്പിച്ചു തരട്ടെ. ആമീൻ. സുദീർഘമായി ഈ സമയത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ വിശദമായി ഇവിടെ സംസാരങ്ങൾ നടന്നു. ഇനി അഭിവന്ദരായ ഉസ്താദുമാർ സംസാരിക്കാനിരിക്കുകയുമാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരു സംഘം എതിരാളികൾ വന്നുകൊണ്ട് നമ്മൾ എന്തിനിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കണം, നമ്മൾ എന്തിനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കണം, നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചുകൂടെ എന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സംഘം എതിരാളികൾ വന്ന് സംസാരിക്കുകയാണ്. വനസ്തരികു നഹ്നു വഅൻത ഫീ അംരിനാ കുല്ലിഹി, നിങ്ങൾ ആരാധിക്കുന്നത് ഞങ്ങളും ഞങ്ങൾ ആരാധിക്കുന്നത് നിങ്ങളും പരസ്പരം ആരാധിക്കുന്ന ഒരു കോംപ്രമൈസിലേക്ക് നമുക്ക് എത്തിക്കൂടെ? ആദർശപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ നടത്തി ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഒരു ഡിപ്ലോമസി നമുക്ക് ഉണ്ടാക്കിക്കൂടെ എന്ന് ഒരു സംഘം ആളുകൾ വന്നുകൊണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംസാരിക്കുകയാണ്. فإن كان الذي جئت به خيرا مما بأيدينا كنا قد أشركناك فيه وأخذنا بحظنا منه وإن كان الذي بأيدينا خيرا مما بيدك كنت قد أشركتنا في أمرنا وأخذت بحظك منه. നിങ്ങൾ പറയുന്നതിലും ശരികൾ ഉണ്ടാകും, ഞങ്ങൾ പറയുന്നതിലും ശരികൾ ഉണ്ടാകും. അവരങ്ങനെയാണ് സംസാരിച്ചത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശത്രുത പുലർത്തുന്ന ഒരു സംഘം വന്നുകൊണ്ട് കോംപ്രമൈസിന് ശ്രമിക്കുന്ന രംഗം ആണ് ഞാൻ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് പറഞ്ഞു, നിങ്ങൾ പറയുന്നതിലും ശരിയുണ്ടാകും, ഞങ്ങൾ പറയുന്നതിലും ശരിയുണ്ടാകും. അപ്പൊ പിന്നെ നിങ്ങൾ പറയുന്നതാണ് വലിയ ശരിയെങ്കിൽ അതിൽ ഞങ്ങൾ പങ്കെടുക്കാം, ഞങ്ങൾ അതിന്റെ ഭാഗമാക്കാകാം. ഇനി അതല്ല, ഞങ്ങൾ പറയുന്നതാണ് വലിയ ശരിയെങ്കിൽ നിങ്ങൾക്കും അതിൽ ഭാഗമാക്കാകാം. അപ്പൊ പിന്നെ നമ്മൾ തർക്കിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സംഘം കോംപ്രമൈസിന്റെ ഭാഷയിൽ സംസാരിച്ചപ്പോഴാണ് فأنزل الله عز وجل قل يا أيها الكافرون സൂറത്തുൽ കാഫിറൂൻ ആ സന്ദർഭത്തിലാണ് അള്ളാഹു ഇറക്കിയത് എന്ന് മഹാന്മാർ വിശദീകരിക്കുകയാണ്. യാതൊരു കോംപ്രമൈസും ആദർശത്തിന്റെ വിഷയത്തിൽ ഇല്ല എന്ന് വിളിച്ചു പറയുന്ന സൂറത്താണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞാൽ ആദർശം കോംപ്രമൈസ് ചെയ്യാം എന്നല്ല, ആദർശം കോംപ്രമൈസ് ചെയ്യരുത് എന്നാണ്. അതിനാണ് ആ സൂറത്ത് ഇറങ്ങിയത്. നമുക്കൊന്ന് അഡ്ജസ്റ്റ് ആയി ജീവിച്ചുകൂടെ? നമുക്കൊന്ന് സോൾവ് ചെയ്ത് ജീവിച്ചുകൂടെ? നമ്മൾ എന്തിന് തർക്കിച്ചുകൊണ്ടിരിക്കണം? നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ അത് ഞങ്ങളും അംഗീകരിക്കാം, നിങ്ങൾ ആരാധിക്കുന്നത് ഞങ്ങളും ആരാധിക്കാം, ഞങ്ങൾ ആരാധിക്കുന്നത് നിങ്ങളും ആരാധിക്കുക. അപ്പൊ പിന്നെ ഞങ്ങളടുത്തുള്ള ഗുണം നിങ്ങൾക്കും നിങ്ങളുടെ ഗുണം ഞങ്ങൾക്കും കിട്ടില്ലേ എന്ന കേട്ടാൽ രസമുള്ള, ഭംഗിയുള്ള, മധുരമുള്ള വാക്കുകളാണ് അവർ പറഞ്ഞത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. പക്ഷേ ആദർശത്തിന്റെ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യരുതെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു വ്യക്തമാക്കി കൊടുത്തു ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ആ പശ്ചാത്തലത്തിലാണ് ഈ സൂറത്ത് ഇറങ്ങിയത് എന്ന് മഹാന്മാർ വിശദീകരിക്കുകയാണ്. അപ്പോ ഏറ്റവും വലിയ അള്ളാഹുവിന്റെ നിഅമത്താണ് ഹിദായത്ത് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ആ ഹിദായത്തിന് പോറലേൽക്കുന്ന, ആ ഹിദായത്തിന് ക്ഷീണം വരുത്തുന്ന, ആ ഹിദായത്തിന് കോട്ടം വരുത്തുന്ന ഒരു വാക്ക്, ഒരു ചലനം, ഒരു നിശ്ചലനം, ഒരു ഇമോജി, ഒരു നോട്ടം, ഒരു ആക്ഷൻ ഒരിക്കലും നമ്മിൽ നിന്ന് ഉണ്ടാകരുത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഹിദായത്തിന് ക്ഷീണം വരുത്തുന്ന, ഹിദായത്തിനെ നശിപ്പിക്കുന്ന, ഹിദായത്തിന് ഭംഗം വരുത്തുന്ന വിധത്തിലുള്ള ചലനനിശ്ചലനങ്ങൾ ഒരിക്കലും നമ്മിൽ നിന്നുണ്ടാകരുത്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സംഗതി, ഏറ്റവും കൂടുതൽ പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ജാഗ്രത പാലിക്കുകയും ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഹിദായത്താണ്. അതുകൊണ്ടാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. നമ്മളിപ്പോ മഗ്രിബിന് റബ്ബിനോട് ചോദിച്ചത് അതല്ലേ? അതിനു മുമ്പ് അസറിന് ചോദിച്ചത് അതല്ലേ? ളുഹറിനും ചോദിച്ചത് അതല്ലേ? അതിനു മുമ്പ് സുബഹിക്ക് ചോദിച്ചത് അതല്ലേ? ഇനി ഇശാക്ക് ചോദിക്കാനുള്ളത് അതല്ലേ? അതിന്റെ സുന്നത്തുകളിലും ചോദിക്കാനുള്ളത് അതല്ലേ? വിത്റിൽ ചോദിക്കാനുള്ളത് അതല്ലേ? തഹജ്ജുദിന് ചോദിക്കാനുള്ളത് അതല്ലേ? സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ ചോദിക്കാനുള്ളത് അതല്ലേ? വീണ്ടും സുബഹിക്ക് നമ്മൾ ചോദിക്കുന്നത് അത് തന്നെയല്ലേ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. പടച്ചവനെ, ഹിദായത്ത് നീ പാളിപ്പിക്കരുത് റബ്ബേ. ഹിദായത്തിന്റെ വഴിയിൽ നിന്ന് ഞങ്ങളെ നീ തെറ്റിപ്പിക്കരുത് റബ്ബേ. പടച്ചവനെ, ഈ വെളിച്ചം നീ കെടുത്തരുത് അല്ലാ. ഇത് നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ദീനിന്റെ സിലബസ് ആണത്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. മഹാരഥന്മാർ സഞ്ചരിച്ച സിലബസ്, മഹാരഥന്മാർ വഴികാട്ടികളായി നമ്മുടെ മുമ്പ് സച്ചരിതരായ സ്വാലിഹീങ്ങൾ കടന്നുപോയ വഴി. ആ വഴിയിലൂടെ റബ്ബേ, ഈ സാധുവിനെയും ഞങ്ങളെയും, പാവങ്ങളായ ഞങ്ങളെയും നീ വഴി നടത്തേണമേ എന്ന് നിരന്തരം നാം ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിപാടി ആരംഭിക്കുകയും അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുന്നത്. ഏതൊരു ദുആയാണെങ്കിലും ഫാത്തിഹ വിളിച്ച് നമ്മൾ ദുആ ചെയ്യുകയാണ്. ഫാത്തിഹയുടെ മർമ്മം എന്ന് പറയുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം.
ഹിദായത്തിന് സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിഅമത്ത് എന്ന് പറയുന്നത്. ആ നിഅമത്ത് നീങ്ങി പോകാതിരിക്കാനുള്ള ജാഗ്രത, അതാണ് പരിശുദ്ധ സമസ്ത 100 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഹിദായത്തിന് പോർലേൽപ്പിക്കുന്ന യാതൊന്നും സമസ്ത അഡ്ജസ്റ്റ് ചെയ്യില്ല. ആ ഹിദായത്തിന് ഭംഗമേൽപ്പിക്കുന്ന, ആ ഹിദായത്തിന് മങ്ങലേൽപ്പിക്കുന്ന, ആ ഹിദായത്തിന് പരിക്കേൽപ്പിക്കുന്ന വാക്കുകളോ പ്രവർത്തനങ്ങളോ ഇടപെടലുകളോ ചർച്ചകളോ യാതൊരുവിധ ചലനനിശ്ചലനവും സമസ്ത സമ്മതിക്കുന്നില്ല, സമ്മതിച്ചിട്ടില്ല. 100 വർഷത്തെ സമസ്തയുടെ ചരിത്രം അതാണ്. മഹാരഥന്മാരായ ഔലിയാക്കളും സ്വാലിഹീങ്ങളും അങ്ങനെയാണ് നമ്മെ പഠിപ്പിച്ചു തന്നത്. മഹാനായ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദാ, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദാ, മഹാനായ അബ്ദുൽ ബാരി ഉസ്താദ് നവ്വറല്ലാഹു മർഖദാ, മഹാനായ ഖുതുബി ഉസ്താദ് നവ്വറല്ലാഹു മർഖദാ, മഹാനായ പാങ്ങിൽ ഉസ്താദ് നവ്വറല്ലാഹു മർഖദാ. ഇങ്ങനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്വാലിഹീങ്ങളും മുത്തഖീങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്ന വഴി ഹിദായത്തിന്റെ വഴിയാണ്. ആ പോയിന്റിൽ കോംപ്രമൈസ് ഇല്ല. ഇതാണ് സമസ്ത പഠിപ്പിച്ചത്. അപ്പോ ബിദ്അത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത് എല്ലാ കാലത്തുമുണ്ട്. ഇതിന് കോട്ടം വരുത്തുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ബിദ്അത്ത് എന്ന് പറയുന്ന ചിന്ത. ഹിദായത്തിന് കോട്ടം വരുത്തുന്ന, ഹിദായത്തിന് ക്ഷീണമേൽപ്പിക്കുന്ന, ഹിദായത്തിന് മങ്ങല് കൊടുക്കുന്ന ഏറ്റവും വലിയ അപകടകരമായ ഒരു ആദർശവും കാഴ്ചപ്പാടുമാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ഹിദായത്തിന് അത് ക്രമേണ നശിപ്പിക്കും, മനുഷ്യന്റെ വെളിച്ചം അത് കെടുത്തും, അല്ലാഹുവിലേക്കുള്ള യാത്രയിൽ അത് തടസ്സം സൃഷ്ടിക്കും, മഹാന്മാരോടുള്ള ബന്ധം അത് വിച്ഛേദിക്കും, ഹിദായത്തിന്റെ വഴിയിൽ അത് കല്ലും മുള്ളും വലിച്ചെറിയും. അതുകൊണ്ടാണ് ബിദ്അത്തിനെ സൂക്ഷിക്കണേ എന്ന് മഹാന്മാർ ധാരാളമായി പഠിപ്പിച്ചത്. അല്ലാഹു നമുക്ക് ഹിദായത്ത് പ്രദാനം ചെയ്യട്ടെ. ഹിദായത്തിൽ അല്ലാഹു സിയാദത്ത് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ സഹാബത്ത് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ ഖവാരിജ് വന്നല്ലോ. ഖവാരിജ് എന്ന് പറയുന്ന അതിക്രൂരരായ ഭീകരന്മാരായ ബിദ്അഇകൾ, ഖവാരിജ് എന്ന് പറയുന്ന സംഘം അതിക്രൂരരും ഭീകരന്മാരുമായ ബിദ്അഇകളായിരുന്നല്ലോ. മഹാനായ ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഇസ്ലാമിക ചരിത്രത്തിൽ പ്രോജ്വല്യമാനമായ അതിസുന്ദരമായ ചരിത്രത്തിന്റെ ഏടുകളുള്ള മഹാനായ ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ ഈ ഖവാരിജ് നിഷ്ഠൂരമായി കുത്തിക്കൊന്നുവെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. എത്രയെത്ര സഹാബികളെയാണ് ഖവാരിജ് കുത്തിക്കൊന്നത്, എത്രയെത്ര മഹാരഥന്മാരായ സ്വാലിഹീങ്ങളെയാണ് ഖവാരിജ് കൈകാര്യം ചെയ്തത്. ബിദ്അത്തിന്റെ സ്വഭാവം അതാണ്. അങ്ങേയറ്റം അപകടം പിടിച്ച ആദർശവും കാഴ്ചപ്പാടുമാണത്. ഖവാരിജ് മഹാനായ ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മകനെ കുത്തിക്കൊന്നു എന്ന് മാത്രമല്ല, ഗർഭിണിയായ അവരുടെ ഭാര്യയുടെ വയറ് കുത്തിക്കീറി. ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ ഭാര്യ അഥവാ ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മരുമകൾ, ഗർഭിണിയായ മരുമകളുടെ വയറ് കുത്തിക്കീറി കുഞ്ഞിനെ വലിച്ചെറിഞ്ഞുവെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പൊ ഫാഷിസ്റ്റുകൾ മാത്രമല്ല, ഗർഭിണികളുടെ വയറ് കുത്തിക്കീറിയിട്ടുള്ളത് ഖവാരിജ് എന്ന് പറയുന്ന അതിഭീകരന്മാരായ ബിദ്അത്തിന്റെ ആളുകൾ. അവര് മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ വയറ് കുത്തിക്കീറിയെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇതൊക്കെയാണ് ബിദ്അത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. മാത്രമല്ല, മഹാനായ അലി റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു, മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ കണ്ടമാനം സ്വഹാബികൾ കാഫിരീങ്ങളാണെന്ന് അവർ വിധി പറഞ്ഞു. ആര്? ഈ ഖവാരിജ് എന്ന് പറയുന്ന ബിദ്അത്തിന്റെ ഭീകര കക്ഷികൾ. അലി റളിയല്ലാഹു അൻഹു കാഫിറാണ്, നഊദു ബില്ലാഹ്. അവര് പറഞ്ഞു. ആര്? ഖവാരിജികൾ പറഞ്ഞു. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു കാഫിറാണെന്ന് അവർ വിധി പറഞ്ഞു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ പുറത്താണെന്ന് വിധി പറഞ്ഞു. ആര്? ആ ബിദ്അഇകൾ. ആ സംസ്കാരമാണ് ഇന്നും ബിദ്അഇകൾ പുലർത്തിപ്പോരുന്നത്. അല്ലാഹു അവരെ ശർറിന് നമുക്ക് കാവല് തരട്ടെ. ആമീൻ. ആ സംസ്കാരമാണ് ഇന്നും ബിദ്അഇകൾ പുലർത്തിപ്പോരുന്നത്.
മഹാനായ അലി റളിയല്ലാഹുവിനെ മുഖത്ത് നോക്കി കാഫിർ എന്ന് വിളിക്കാൻ തമ്മാടിത്തത്തിന്റെ ഗുരുത്തക്കേടിന്റെ ശബ്ദമായി മാറിയ ഖവാരിജ് എന്ന് പറയുന്ന ബിദ്അത്തിന്റെ ബീജം പേറുന്ന വിദൈകൾ അവരെക്കാലത്തും ശബ്ദിച്ചു കൊണ്ടിരിക്കും. കുഫറിന്റെ ശബ്ദം അവരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും, കുഫ്രാരോപണം അവരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അങ്ങേയറ്റം ക്രൂരതയുടെ സ്വഭാവമാണ് ബിദ്അത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ യറാഹും ശിറാറ ഖൽഖില്ലാഹ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ യറാഹും ഖവാരിജികളെ കണ്ടിരുന്നു, മനസ്സിലാക്കിയിരുന്നു. ശിറാറ ഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടികളെ കൂട്ടത്തിൽ ഏറ്റവും നികൃഷ്ടരായ ബിദൈകളാണ് ഖവാരിജികളെന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ നിലപാട് സ്വീകരിച്ചിരുന്നുവെന്ന് ആരാ രേഖപ്പെടുത്തുന്നത്? സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ ബിദ്അത്തിനെതിരെ അതിശക്തമായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ശബ്ദിക്കുന്നത് രേഖപ്പെടുത്തുകയാണ്. മഹാനായ ഇബ്നു ഉമർ വക്കാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യറാഹും ഖവാരിജികളോട് നിലപാട് സ്വീകരിച്ചിരുന്നു, ഖവാരിജികൾക്കെതിരെ നിലപാട് സ്വീകരിച്ചിരുന്നു. എന്താ നിലപാട്? ശിറാറ ഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടികളെ കൂട്ടത്തിൽ ഏറ്റവും നികൃഷ്ടരായ വിഭാഗമാണ് ഇവരെന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അക്കാലത്തെ ബിദ്അഈ കക്ഷികളായ ഖവാരിജിനെതിരെ നിലപാട് സ്വീകരിച്ചിരുന്നുവെന്ന് ആരാ രേഖപ്പെടുത്തുന്നത്? ഇമാമുൽ ബുഖാരി. എവിടെയാ രേഖപ്പെടുത്തുന്നത്? സഹീഹുൽ ബുഖാരി. എന്താ സംശയം? ഇനി എന്താ സംശയം? അപ്പൊ കാട്ടുകടുത്ത നിലപാടാണ് മഹാരഥന്മാർ സ്വീകരിച്ചത് ബിദ്അത്തിനെതിരെ. അതിൽ യാതൊരു കോംപ്രമൈസും പാടില്ല എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തന്നതാണ്. ആ നിലപാട് നമ്മളൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു അവരെ ദറജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, അവർ അങ്ങനെ തന്നെ അത് രേഖപ്പെടുത്തി നമ്മെ പഠിപ്പിച്ചത്. അല്ലാഹു നമ്മുടെ ഹിദായത്തിൽ വർധനവ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അപ്പൊ അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ട വിഷയമാണ് ഇത്. നിസ്സാരവൽക്കരിക്കപ്പെടേണ്ട വിഷയമല്ല. അതുകൊണ്ടാണ് എത്ര പ്രയാസപ്പെട്ടാണ് മഹാനായ ശംസുൽ ഉലമാ അവരെ ദറജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ഇതിനു വേണ്ടി രാപ്പകലുകളില്ലാതെ ഓടി നടന്നത്. ഈ ആദർശ സംരക്ഷണത്തിന് വേണ്ടി എത്ര സമയമാണ് അവർ നീക്കിവെച്ചത്, എത്ര പ്രയാസങ്ങളാണ് അവർ സഹിച്ചത്, എത്ര കല്ലേറുകളാണ് അവർ സഹിച്ചത്, എത്ര പുച്ഛവാക്കുകൾ അവർ സഹിച്ചത്. പക്ഷെ ഒരു ഇഞ്ച് പോലും ആ വഴിയിൽ നിന്ന് മഹാനായ ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർഖദ, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദ, ഇവരൊന്നും ഇവരുടെ ഉസൂലും ഫുറൂഉം പിന്മാറിയിട്ടില്ല. മഹാനായ ഖുതുബി ഉസ്താദിന്റെ മുർഷിദാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ. അല്ലാഹു അവരൊക്കെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മഹാനായ ഖുതുബി ഉസ്താദിന്റെ മുർഷിദും ശൈഖുമാണ് സമസ്തയുണ്ടാക്കിയ വരക്കൽ മുല്ലക്കോയ തങ്ങൾ. അല്ലാഹു അവരൊക്കെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഇവരൊക്കെ എത്രയെത്ര വലിയ ഔലിയാക്കളും മഹാരഥന്മാരുമാണ്. അവരൊക്കെ എന്തിനായി കഷ്ടപ്പെട്ടത്? അവരൊക്കെ എന്തിനായി പ്രയാസപ്പെട്ടത്? അവരൊക്കെ എന്തിനാ പ്രസംഗിച്ചതും എഴുതിയതും ശബ്ദിച്ചതും സേവനം ചെയ്തതും? അവരെ ജീവിതം മുഴുവൻ ലി അഹ്ലി സുന്നത്തി വൽ ജമാഅ, ഈ പരിശുദ്ധ ആദർശം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഈ ഹിദായത്തിന്റെ വെളിച്ചം സംരക്ഷിക്കുന്നതിന് വേണ്ടി ആളുകളുടെ ഹൃദയത്തിൽ നിന്ന്, മനസ്സിൽ നിന്ന്, ഉള്ളിൽ നിന്ന് ഈ വെളിച്ചം കെട്ടുപോകാതിരിക്കാനുള്ള കഠിനാധ്വാനത്തിന്റെ പേരാണ് സമസ്ത എന്ന് പറയുന്നത്. അല്ലാഹു അതിന് കീഴിൽ അടിയുറച്ചു നിൽക്കാനുള്ള മഹാ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ സമൂഹത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അല്ലാഹു തീർത്തു തരട്ടെ. എല്ലാവർക്കും സമസ്തയുടെ വെളിച്ചം അല്ലാഹു കൊടുക്കട്ടെ. സമസ്തക്ക് കീഴിൽ അണിനിരന്ന് നിൽക്കുക എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത തൗഫീഖാണ്. ആ തൗഫീഖ് എല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഒരിക്കലും പ്രശ്നങ്ങളിൽ നമ്മൾ സന്തോഷിക്കുന്നില്ല, പ്രയാസങ്ങളിൽ നമ്മൾ സന്തോഷിക്കുന്നില്ല, തമ്മിലടിക്കുന്നത് നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ട കൂടുന്നത് പൊരുത്തപ്പെടുന്നില്ല, ഒരിക്കലും മനസ്സുകൊണ്ട് സംതൃപ്തിയില്ല. പക്ഷേ ഇതൊക്കെ ഒന്ന് മാറി എല്ലാവരും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട സമസ്തക്ക് കീഴിൽ അടിയുറച്ചു
പറ്റുമെന്ന് അതിന്റെ ഖാദിമീങ്ങളായി മാറി എല്ലാവരും സന്തോഷത്തോടു കൂടി ഒന്നിച്ചു പോകുന്നൊരു സന്ദർഭം, ഒരു സാഹചര്യം, ഒരു കാലഘട്ടം. അതിനുവേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. നമ്മളൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയുമാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പ്രശ്നങ്ങളൊക്കെ മാറി സന്തോഷത്തോടു കൂടി പഴയ പോലെ ഒന്നിച്ച് മുന്നേറാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അപ്പോ യാതൊരു വിഷയത്തിലും ഈ ബിദ്അത്തിന്റെ പോയിന്റിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ആദർശത്തിന്റെ പോയിന്റിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞത്. ശിറാറ ഖൽഖില്ലാഹ് ആരെക്കുറിച്ചായി പറയുന്നത്? ബിദ്അകളെ കുറിച്ച്. ഇതാരാ ഉദ്ധരിക്കുന്നത്? ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. എവിടെ? സഹീഹുൽ ബുഖാരിയിൽ. ആർക്കും കാണാലോ, ആർക്കും അത് പഠിക്കാലോ, ആർക്കും അത് മനസ്സിലാക്കാമല്ലോ. ഇനി ഒരു പോയിന്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ബിദ്അത്ത് എന്ന് പറയുന്നത് പള്ളിക്കാട്ടിലെത്തിയാലും കോംപ്രമൈസ് ഇല്ലാത്ത പോയിന്റാണ്. പള്ളിക്കാട്ടിലെത്തിയാലും കോംപ്രമൈസ് ഇല്ലാത്ത പോയിന്റ് ആണെന്ന് ഞാൻ പറയാൻ കാരണം, പൊതു മഖ്ബറയിലാണ് മയ്യിത്തിനെ മറമാടൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. പൊതു മഖ്ബറയിലാണ് മയ്യിത്തിനെ മറമാടൽ ശ്രേഷ്ഠമായിട്ടുള്ളത്. അത് കിതാബിലുണ്ട്. വദ്ദഫനു ഫിൽ മഖ്ബറത്തി അഫ്ളലു. മിൻഹാജിന്റെ ഇബാറത്താണത്. വദ്ദഫനു ഫിൽ മഖ്ബറത്തി അഫ്ളലു. പൊതു മഖ്ബറയിൽ മറമാടലാണ് അഫ്ളലായിട്ടുള്ളത്, ശ്രേഷ്ഠമായിട്ടുള്ളത്. പക്ഷേ പുത്തൻവാദി കിടക്കുന്ന മഖ്ബറയാണെങ്കിൽ മറ്റു സ്ഥലങ്ങളെയാണ് കബറടക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുക്കേണ്ടത് എന്ന് മഹാന്മാർ വിശദീകരിച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ പൊതു മഖ്ബറയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് മറമാടാൻ. പക്ഷെ ബിദ്അഇ കിടക്കുന്ന മഖ്ബറയാണെങ്കിൽ മറ്റു സ്ഥലങ്ങളാണ് മറമാടാൻ നല്ലതെന്ന് മഹാനായ ഇമാം ഖല്ലൂബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. നഅം യുഖദ്ദമു ഗൈറുൽ മഖ്ബറ അലൈഹാ ലി അംരിൻ മദ്മൂമിൻ ഫീഹാ ശർഅൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിശദീകരിച്ചതിന് ശേഷം ഔ ഫീഹാ അഹ്ലു ബിദ്അ, ഒരു പള്ളിക്കാട്ടിൽ ബിദ്അഇ കിടക്കുന്നുണ്ടെങ്കിൽ മറ്റു സ്ഥലമാണ് നല്ലതെന്ന് ഇമാമുൽ ഖല്ലൂബി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിരിക്കുകയാണ്. മഹല്ലിയുടെ ഹാശിയല്ലേ അത്? ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മഹാന്മാർ ഓതിക്കൊടുത്ത കിതാബല്ലേ അത്? ഓതി പഠിച്ച കിതാബല്ലേ അത്? മഹല്ലി. അതിന്റെ ഹാശിയല്ലേ ഖല്ലൂബിയുടെ ഹാശിയ എന്ന് പറയുന്നത്? അതിലല്ലേ ഈ കാണുന്നത്? അഹ്ലു ബിദ്അ ഉണ്ടെങ്കിൽ മറ്റു സ്ഥലങ്ങളാണ് നല്ലത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് മഹാനായ ഖല്ലൂബി റളിയല്ലാഹു അൻഹു. എത്ര ഗൗരവമുള്ള വിഷയമാണ് ബിദ്അത്തിന്റെ വിഷയം. അതുകൊണ്ടാണ് യറാഹും ശിറാറ ഖൽഖില്ലാഹ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ കണ്ടിരുന്നു, നിലപാട് സ്വീകരിച്ചിരുന്നുവെന്ന് മഹാനായ ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി. ഇതൊക്കെ ചേർത്ത് വെച്ച് മനസ്സിലാക്കുക ഇതിന്റെ ഗൗരവം. അല്ലാഹു ഹിദായത്ത് പ്രദാനം ചെയ്യട്ടെ. ഉസ്താദുമാരൊക്കെ കാത്തിരിക്കുകയാണ്. അവർക്ക് മുന്നിൽ വെച്ച് സുദീർഘമായി സംസാരിക്കുന്നത് അദബുകേടാണെന്ന് മനസ്സിലാക്കി ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.